ഡീ എന്തുവാ ഇവിടെ കിടന്നുറങ്ങുന്നേ? ഇവിടെ കിടന്നുറങ്ങിയത് രാത്രി രാത്രി മുഴുവൻ ടിവിയും വെച്ച് ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ ആ റൂമിൽ പോയി കിടന്ന് ഉറങ്ങാൻ പാടില്ല വെച്ചാ നിനക്ക്? ഇത് നോക്കി എല്ലാം നിർത്തി. അത് നേരെ രാവിലെ കുളിച്ച് മിടിക്കായിട്ട് പൂജാമുറിയിൽ വിളക്ക് വെക്കുന്നുണ്ട്. ഇനി അവളെ വിളിച്ചിട്ടില്ല. കാഞ്ചു, നിനക്ക് ഓഫീസിലൊന്നും പോണ്ടേ? എഴുന്നേക്ക് എഴുന്നേക്ക്. ഈശ്വര, ഓഫീസിലും പോണല്ലോ, ഡിസൈനും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി എന്ത് ചെയ്യും? ഇന്നലെ രാത്രി ന്യൂസ് ചാനലിൽ കണ്ടത് ബാലുനെ തന്നെയാണോ? അതുപോലെ തന്നെയുണ്ട്. എന്റെ ബാലുനെ എവിടെ കണ്ടാലും എനിക്ക് തിരിച്ചറിഞ്ഞൂടെ. പക്ഷെ ആ ബീച്ചിൽ അവൻ എന്ത് ചെയ്യായിരിക്കും? മോളെ, പോയി കുളിച്ചിട്ട് വാ, പ്രാർത്ഥിക്ക്. ആമയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. മോള് പോയി കുളിച്ചിട്ട് വന്നിട്ട് പ്രാർത്ഥിക്ക്. കൃഷ്ണ ഗുരുവായൂരപ്പ. അഥവാ ആണെങ്കിൽ ഞാൻ പോയി അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആമയുടെ മോനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഞാൻ മൂലം എല്ലാരും ഒരുപാട് സങ്കടപ്പെട്ടു. എനിക്കതിന് പ്രായശ്ചിത്തം ചെയ്യണം. എന്റെ ബാലു എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം എനിക്ക് കാണിച്ചു തരും. ബാലുവിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഇന്നലെ രാത്രി തന്നെ പോകേണ്ടതായിരുന്നു. സോണി അറിയാലോ, വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു ദിവസം, വെരി ഇമ്പോർട്ടന്റ് ഡേ. അതുകൊണ്ട് തന്നെ അലേർട്ട് ആയിട്ടിരിക്കണം. ഒരു മിസ്സിംഗ് സംഭവിക്കരുത്. മേക്ക് ഷുവർ ദാറ്റ് എവറിത്തിങ് ഈസ് ഓക്കെ. ഇന്നത്തെ ചലഞ്ച് നമുക്ക് വിൻ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഓപ്പോസിറ്റ് ടീമിനെ അങ്ങനെ നിസ്സാരക്കാരായിട്ട് കാണാൻ പറ്റില്ല. അവർക്ക് എക്സ്റ്റേണൽ പ്രൊഫഷണലുകളുടെ സപ്പോർട്ടുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് തന്നെ ഒരു ഈസി വാക്ക് വാർ പ്രതീക്ഷിക്കരുത്. ഇന്ന് സോണി ആദ്യം ചെയ്യേണ്ടത് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യല്ല. അപർണ ഒന്ന് വിളിക്കും. ഇന്നലെ രാത്രി മുതൽ അവൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ആ കാര്യത്തിൽ ഞാൻ വളരെ ടെൻസ്ഡ് ആണ്. രാവിലെ ഞാൻ അവളെ വിളിച്ചാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും. അതോടെ എന്റെ അവളുടെ ഒരു ഡേ വേസ്റ്റ് ആവും. അതുകൊണ്ട് അവളെ വിളിച്ച് ഇന്നെങ്കിലും കുറച്ച് നേരത്തെ വരാൻ പറ. ലാസ്റ്റ് മിനിറ്റിൽ ഹറിബറിയായിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ ശരിയാവില്ല. വെൽ പ്ലാൻഡ് ആൻഡ് പ്രിപ്പയർഡ് ആയിട്ട് വേണം പ്രസന്റേഷന് വരാൻ. അതും ആദ്യം തന്നെ വേണം. ഗോട്ട് ഇറ്റ്? അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അറേഞ്ച് ചെയ്യും. ഞാനിപ്പോ തന്നെ ഇറങ്ങുക. സി യു അറ്റ് ഓഫീസ്. ബൈ. കുഞ്ഞാ ലാപ്ടോപ്പ് ബാഗ് എടുത്ത്. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോണേ. വേണ്ട, ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം. ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. വീട്ടിലെ തീറ്റയൊന്നും ഈയിടെയായിട്ട് അങ്ങോട്ട് പിടിക്കുന്നില്ല. അതെങ്ങനെയാ? നല്ല എരിയും മസാലയൊക്കെ ഉള്ള ഐറ്റങ്ങള് റോഡ് സൈഡിലല്ലേ കിട്ടൂ. ഇവിടെ ചില റോഡ് ഷോയുടെ കാര്യമൊക്കെ പറയുന്ന കേട്ടു. കൊച്ചു ഗള്ളി, കാര്യങ്ങളൊക്കെ അപ്പ പറയുന്നുണ്ടല്ലേ? ഈ സുജാതയുടെ റഡാറിൽ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ കിട്ടും മോനെ. ഓഫീസിലെ ചില ചുറ്റിക്കളികളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ആ കൽത്തോട്ടത്തിലെ കാവൽക്കാരി കൊച്ച് കാണാൻ എങ്ങനെ സുന്ദരിയാ? നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാവുന്നതാണോ? അല്ല, നമ്മുടെ ജാതിയാണോന്ന്. ആണെങ്കിൽ ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ എഴുതിയേക്കാം. അല്ലേ ഞാനങ്ങ് വെട്ടും. എന്റെ ഭഗവാനെ, രാവിലെ മുതൽ ഞാൻ ബാലുവിനെ തിരഞ്ഞു നടക്കും. എത്ര പേരെ കണ്ടു, എത്ര പേരോട്
എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അവനെ കണ്ടു കിട്ടിയിരുന്നെങ്കിൽ കൈ പിടിച്ച് നേരെ ആമിയുടെ മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തുമായിരുന്നു. ആമിക്ക് നഷ്ടപ്പെട്ടു പോയ മകനെയും എനിക്കെന്റെ ബാലുവിനെയും തിരിച്ചു കിട്ടിയെന്ന്. ഭഗവാനെ, എന്നോട് അല്പമെങ്കിലും കരുണ കാണിക്കണേ. നീ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? കടപ്പുറത്തു നിന്ന് കാറ്റും കൊണ്ട് സൂചിച്ചിരിക്കാമെന്നാണോ? സർ, അത് യു ഹാവ് എനി റെസ്പോൺസിബിലിറ്റി? പ്രൊഫഷണലിസം വേണമെന്നൊന്നും ഞാൻ പറയില്ല. അറ്റ്ലീസ്റ്റ് മര്യാദ അതുപോലും ഇല്ലാതെ പോയല്ലോ നിനക്ക്. ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം, എന്റെ പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം എത്ര ക്രൂഷ്യൽ ആയിരുന്നു എനിക്ക് അറിയാമായിരുന്നു. എന്നിട്ട് എങ്ങനെ തനിക്ക് അത് ചെയ്യാൻ തോന്നിയോ? എല്ലാം എന്റെ തെറ്റാ. തന്നെ ഞാൻ അത്രയധികം വിശ്വസിച്ചു പോയി. താൻ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന് ഞാൻ വെറുതെ സ്വപ്നം കണ്ടു. തന്നെ ഞാൻ എത്ര വട്ടം വിളിച്ചതോ? ഒരിക്കലെങ്കിലും ഫോൺ എടുത്ത് ഒന്ന് റിപ്ലൈ ചെയ്തോടായിരുന്നു. 2 or 3 seconds പോലെ എനിക്ക് വേണ്ടി തനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. എന്നിട്ടൊന്നും അറിയാത്ത പോലെ കടപ്പുറത്തും വന്ന് കാറ്റും കൊണ്ട് നിൽക്കുന്നു. ആൻസർ മീ. സർ, ഇന്നലെ രാത്രിയിലെ ടിവിയിലോ? എന്താ ടിവിയില്? എന്താ മെഗാ ഷോ ഉണ്ടായിരുന്നോ? സർ, അത് പറഞ്ഞോട്ട്. എടോ, വലിയ വലിയ വർത്താനങ്ങൾ പറയാനും പ്രോമിസ് ചെയ്യാനും ആരെയും കൊണ്ടും പറ്റും. പക്ഷെ ഇതൊക്കെ ഫുൾഫിൽ ചെയ്യാനേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ എത്തിക്സും വാല്യൂസും ഉള്ളവർക്കേ പറ്റൂ. ഇയാൾക്ക് സാധിക്കാത്തതോ അതാ. അപർണ, സൊനാലിയിലെ പ്രസ്റ്റീജിയസ് ജോബിന് വേണ്ടിയിട്ട് 100 കണക്കിന് ഡിസൈനേഴ്സ് കാത്തു നിൽക്കുക. അവരെ പോലെ ഒന്നും കഷ്ടപ്പെടാതെ ഒരു സ്റ്റാർട്ടം കിട്ടിയപ്പോ വലിയ ആളായി പോയിന്നൊരു ഭാവം ഉണ്ടാവും അല്ലേ? സർ, എനിക്ക് പറയാനൊരു അവസരം താ പ്ലീസ്. ഐ വിൽ എക്സ്പ്ലെയിൻ. എന്താ എക്സ്പ്ലനേഷൻ? എന്താ തനിക്ക് പറയാനുള്ളേ? വെറും പെറ്റി സില്ലി എക്സ്ക്യൂസസ് അതല്ലേ തനിക്ക് പറയാനുള്ളൂ? നോ, നെവർ. എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ എന്തിനാ ഇവിടെ വന്നെന്ന് സാറിനറിയോ? സാറ് പറഞ്ഞതുപോലെ കാറ്റ് കൊള്ളാനോ കടലിന്റെ ഭംഗി കാണാനോ ഒന്നും അല്ല. അതിനുള്ള മാനസികാവസ്ഥയിലും അല്ല ഞാൻ. സാറിനറിയോ, മരിച്ചുപോയി എന്ന് കരുതി എന്റെ ബാലുവിനെ ഞാൻ ഇന്നലെ ടിവിയിൽ കണ്ടു. ന്യൂസില് റിപ്പോർട്ടറുടെ പുറകിലൂടെ ബാലു നടന്നു പോകുന്നു. അത് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. രാവിലെ മുതൽ ഇവിടെ വന്ന് കണ്ടവരോടൊക്കെ ബാലുവിനെ പറ്റി അന്വേഷിക്കുമായിരുന്നു. എല്ലാവരെയും അവന്റെ ഫോട്ടോ കാണിച്ച് അന്വേഷിക്കുന്നതിനിടയിലാ സാറിന്റെ കോള് വന്നത്. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ഇതാണ് നിന്റെ പ്രശ്നം. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്ന് ഓഫീസിൽ ജോയിൻ ചെയ്ത ആ നിമിഷം മുതൽ ഞാൻ പറയുന്ന പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതിനെ മനസ്സിൽ ചുമന്നുകൊണ്ട് കിടക്കരുത്. അത് മനസ്സിലാക്കുന്ന നീ ആദ്യം. അതെ, ഇയാൾ ഇപ്പോഴും ഈ ലോകത്തൊന്നും അല്ല ജീവിക്കുന്നത്. ഏതോ ഇമാജിനറി വേൾഡിലാ. താനേ റിയാലിറ്റിയിലേക്ക് ഒന്ന് ഇറങ്ങി വാ. അങ്ങനെ വരാത്തോണ്ടാ കമ്മിറ്റ്മെന്റിനെ കുറിച്ച്, റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ഒരു ചിന്തയില്ലാതെ ജീവിച്ചിരിക്കാത്ത ഒരാളെ തേടി ഇങ്ങനെ സങ്കടപ്പെട്ട് അലഞ്ഞെരിഞ്ഞ് നടക്കുന്നേ. ഇല്ലാത്ത കറുത്ത പൂച്ചെ ഇരുട്ടുമുറിയിൽ തെരയുന്ന ഡൗൺറൈറ്റ് ഫൂളാ നീ. അയാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ തിരിച്ചെത്തിയെന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലല്ലോ നിനക്ക്. നിന്നെ അവരൊരു ഉത്തരവാദിത്തം വിശ്വസിച്ച് ഏൽപ്പിച്ചതല്ലേ? അത് നന്നായി പൂർത്തിയാക്കി കൊടുക്കേണ്ട കടമ നിന്റെ മാത്രമാ. നിന്റെ വീട്ടിലെ വിഷമവും സങ്കടവും ഒന്നും അതിനൊരു കാരണമാവരുത്. ഇന്നലെ തന്നെ അവർ ഡിസൈന് വേണ്ടി എത്ര തവണ വിളിച്ചു.
എന്റെ കൂടെ ഇരിക്കുമ്പോഴല്ലേ ആ MD നിന്നെ വിളിച്ചത്. ഞാൻ നിർബന്ധിച്ചോണ്ടല്ലേ മോള് തിരിച്ചു വിളിച്ചത്. ഒരു മറുപടിക്ക് വേണ്ടി പാതിരാത്രി വരെ വിളിച്ചില്ലേ അവര്? ഒരാവശ്യം ഉണ്ടായിട്ടല്ലേ? ആ ആവശ്യം മോളോട് മനസ്സിലാക്കണ്ടേ? മോൾ അവരുടെ ഭാഗത്തുനിന്നൊന്ന് ചിന്തിച്ചു നോക്ക്. അവരെത്രമാത്രം ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. അവരുടെ കമ്പനിയിലെ ഏറ്റവും ജൂനിയറായ ഡിസൈനറാ മോള്. എന്നിട്ട് പോലും നിന്നെ ഇതുപോലൊരു പ്രോജക്റ്റ് ഏൽപ്പിച്ചപ്പോ അവർക്ക് നിന്റെ കഴിവിൽ എത്രമാത്രം വിശ്വാസമുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ ഇത്രയൊന്നും ആലോചിച്ചില്ല അമ്മി. ഞാൻ കാരണം സിദ്ധ സാറിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും. പക്ഷെ എന്നിട്ടും അദ്ദേഹം എന്നെ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല. വന്നത് വന്നു. ഇനി നിന്റെ തെറ്റ് തിരുത്താനുള്ള സമയമാ. അവരുടെ വിശ്വാസം ശരിയാണെന്ന് നീ നിന്റെ ഡിസൈനുകൾ കൊണ്ട് തെളിയിക്കണം. ഇനി അതാ വേണ്ടത്. മോള് നാളെ നേരത്തെ തന്നെ ആ ഡിസൈനുമായി ഓഫീസിലേക്ക് പോ. എന്റെ മോക്ക് നല്ലതേ വരൂ. ഞാനേ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. വാ. പ്രഭേ, നീ അപർണയെ ചീഫ് ഡിസൈനറായി അപ്പോയിന്റ് ചെയ്തത് അവളുടെ കഴിവും എടുക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയല്ലേ? അല്ലേ? ആണ് മമ്മി. അവളെക്കുറിച്ച് എനിക്കൊരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു അന്നു മുതലേ തന്നെ. വർക്ക് ചെയ്തു തുടങ്ങുമ്പോ അവൾ അതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചു. പക്ഷെ ആ ധാരണ അവള് തന്നെ തെറ്റിച്ചു. എല്ലാ സമയത്തും എല്ലാവർക്കും എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? നിനക്ക് പറ്റുന്നുണ്ടോ? ഓരോരുത്തർക്കും അവരവരുടേതായ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ? മോനെ, ആ കുട്ടിയുടെ ഇന്നലത്തെ മാനസികാവസ്ഥ ഞാനിരുന്ന് ആലോചിച്ചു. ഒരു പെണ്ണിന്റെ മനസ്സ് നിനക്കൊരു പക്ഷേ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഈ അമ്മയ്ക്ക് പറ്റും. മോനെ, ആ കുട്ടിയായതുകൊണ്ട് ആ അവസ്ഥയിൽ ഇങ്ങനെ പിടിച്ചു നിന്നത്. എന്തെല്ലാം പ്രശ്നങ്ങളാ അവൾക്ക് നേരിടേണ്ടി വന്നത്. നീ തന്നെ അവളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നീ കാരണം രക്ഷപ്പെട്ട ഒരു കുട്ടി നിന്നോടുള്ള കടപ്പാടും നന്ദിയും മനസ്സിലുള്ളതുകൊണ്ടല്ലേ എന്തെല്ലാം ഓഫർ ഉണ്ടായിട്ടും അവള് നിന്റെ ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്തത്. അതിനെത്ര വയസ്സുണ്ട്? നീ ഒന്ന് ആലോചിച്ചേ. ഇത്ര ചെറുപ്പത്തിലെ ഒരു ജന്മം മുഴുവൻ അനുഭവിക്കേണ്ട വേദന അത് സഫർ ചെയ്ത് കഴിഞ്ഞു. വിവാഹത്തലേന്ന് കഴുത്തിൽ താലി വീഴുന്നതിന് മുൻപ് ആ ചെറുപ്പക്കാരനെ കുറിച്ച് അവൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിരിക്കും. ആ എടാ, ആദ്യം തെറ്റിയത് ആരാ? അവളല്ലേ? എന്നിട്ട് ഈ നിമിഷം വരെ നിന്നെ അവളൊന്ന് വിളിച്ചോ? ഐ എം സോറി സാറിനൊരു വാക്ക് പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവൾ ഇതുവരെയും അവള് ചെയ്ത് തെറ്റായി പോയി അംഗീകരിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യട്ടെ, അവളെ അതങ്ങ് സമ്മതിക്കട്ടെ. എന്നിട്ട് സോറി പറയട്ടെ. അതാണ് ശരി.
മോനെ ആ ഗുഡ് ആ മോർണിംഗ്. മമ്മി ഗുഡ് മോർണിംഗ്. ആഹാ ഇപ്പൊ വൃത്തിയായല്ലോ. ആണോ? ഇനി മുടിയും കൂടി ഒന്ന് വെട്ടിയ സൂപ്പർ എന്നാ ആവും. പിന്നെ ഞാനങ്ങ് മുട്ടയടിക്കട്ടെ. അയ്യോ ആ. വേണ്ട വേണ്ട വേണ്ട. ആ ഈ മുടി ഉള്ളതുകൊണ്ടാ നീ പിടിച്ചു നിൽക്കുന്നേ. അതൊക്കെ എന്റെ മഞ്ജുളാങ്കിയുടെ പാരമ്പര്യമല്ലേ എനിക്ക് കിട്ടിയിരിക്കുന്നേ. നീ ആ കുട്ടിയെ വിളിച്ചായിരുന്നോ? ആ. എന്താ പറഞ്ഞേ? രാവിലെ ഓഫീസിൽ വരുവോ? ഞാൻ വിളിച്ചു മമ്മി. അവരോട് ഞാൻ രാവിലെ തന്നെ ഓഫീസിൽ വരാൻ പറഞ്ഞു. നന്നായി. മറ്റുള്ളവരുടെ ഇമോഷൻസ് കൂടി മനസ്സിലാക്കി റിയാക്ട് ചെയ്യണം. തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് സ്വയം തോന്നി ഒരു സോറി പറയുന്നതിന് ഒരു മടിയും വേണ്ട. ആ മമ്മി. മമ്മി പറഞ്ഞത് മനസ്സിലായോ? ഓ മമ്മി മനസ്സിലായി മനസ്സിലായി. എങ്കി വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാൻ വരാം. ഉം. മമ്മിയോടും കള്ളം പറയേണ്ടി വന്നു. ശരിക്കും അവളെ ഇങ്ങ് വിളിച്ചാലോ? അവൾ ഇതുവരെയും അവള് ചെയ്ത് തെറ്റായി പോയി അംഗീകരിച്ചിട്ടില്ല. അതങ്ങ് സമ്മതിക്കട്ടെ, എന്നിട്ട് സോറി പറയട്ടെ. മതി, എന്നിട്ട് സോറി പറഞ്ഞാ മതി. അപ്പൊ മോളെ ആ ആഹാ കൊള്ളാലോ. എങ്ങനെയുണ്ട് അമ്മി? കൊള്ളാം. മോക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്. ശരിക്കും? ആ നല്ല കളറ്, പാറ്റേണും കൊള്ളാം. എന്റെ മോളെ ആരും കണ്ണു വെക്കാതിരിക്കട്ടെ. ആ മോളെ, പിന്നെ ഡിസൈൻസ് എല്ലാം എടുത്തു വെച്ചിട്ടില്ലേ? ഒന്നും മറന്നിട്ടില്ലല്ലോ? ഇല്ല അമ്മി, ഞാൻ വെൽ പ്രിപ്പയർഡാ. അങ്ങനെ വേണം. ആർക്കും നമ്മളിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കരുത്. ദാ. ഇന്നു മുതല് മോള് പുതിയൊരു അപർണയാ. എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോടും കൂടി ചെയ്തു തീർക്കണം. തെറ്റും ശരിയും മനസ്സിലാക്കി അതിനെ ഉൾക്കൊള്ളണം. നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കണം. അത് തിരുത്തി മുന്നോട്ട് പോണം. പറ്റിയ അബദ്ധങ്ങൾക്കും തെറ്റുകൾക്കും ക്ഷമ ചോദിക്കാനും മറക്കരുത്. അങ്ങനെ ചെയ്യുന്നോണ്ടേ നമ്മൾ ആരുടെ മുന്നിൽ ചെറുതാവുന്നില്ല. മറിച്ച് അവർക്ക് നമ്മളോടുള്ള മതിപ്പ് കൂടത്തേ ഉള്ളൂ. മോള് ധൈര്യമായിട്ട് പോയിട്ട് വാ. ആമയുടെ പ്രാർത്ഥന എന്റെ മോളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ആ ദേ, ഇതിൽ ഇന്നൊരു സ്പെഷ്യൽ സാധനം ഞാൻ വെച്ചിട്ടുണ്ട്. അതെന്താ? അതൊക്കെയുണ്ട്, കഴിക്കും പറഞ്ഞാ മതി. എങ്കിലൊന്ന് പറ. അയ്യടാ, അങ്ങനെ പറയണ്ട, അത് സ്പെഷ്യലാ. ദേ, എളുപ്പം വന്നോ, ഞാൻ ഫുഡ് എടുത്തു വെക്കാം. എളുപ്പം വന്നേക്കണേ. ഞാൻ തെറ്റുകാരിയാണ്. സർ അതിന് എന്ത് ശിക്ഷയും തന്നോട്ടെ. എനിക്ക് സാറിനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സാറിനെ കണ്ട് എനിക്ക് സോറി പറയണം. എങ്കിലേ എന്റെ മനസ്സിന് സമാധാനം കിട്ടും. ചെല്ല്. ഇപ്പൊ നടക്കാൻ പോകുന്ന വഴക്കോടുകൂടി ഇവളുടെ കാര്യത്തിലൊരു തീരുമാനമാകും. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകും. ഗുഡ് മോർണിംഗ് സർ. ഇയാൾ എന്താ വിചാരിച്ചേ, ഞാനൊരു ഫൂളാണെന്നോ? താൻ പറയാൻ പോകുന്ന ഒരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കണ്ട. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. പറ്റാത്ത കാര്യങ്ങൾ എന്തിനാ ഏക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് 100 പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടാവും. അതൊന്നും കേൾക്കാൻ ഇവിടെ ആർക്കും നേരമില്ല. ലിസൺ, പ്രൊഫഷണൽ വേൾഡിൽ പേഴ്സണൽ മാറ്റേഴ്സ് ടോട്ടലി മീനിംഗ്ലെസ് ആണ്.
പ്രോമിസ് ചെയ്ത കാര്യങ്ങൾ എനിക്ക് ഇന്ന് തന്നെ ഡെലിവറി കിട്ടണം. ഐ ഹോപ്പ് ദാറ്റ് ക്ലിയർ. ഓഫീസിൽ നിന്ന് വേറെ ജോലിയൊന്നുമില്ലേ? ഉണ്ട് സർ. അതല്ല, ആക്ച്വലി പിന്നെ എന്തിനാ ഇങ്ങനെ കറങ്ങി നടക്കുന്നേ? ഇന്നലെ തൊട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പെൻഡിങ് അല്ലേ? അതൊക്കെ മറന്നുപോയോ? നോ സർ, എല്ലാം ഓർമ്മയുണ്ട്. ഞാൻ ഡിസൈൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പ്രസന്റേഷന് വേണ്ടി. അതുകൊണ്ട് ഇനി എന്ത് പ്രയോജനം ഉള്ളത്? നോ യൂസ്. പല കാര്യങ്ങളും അത് ഡിമാൻഡ് ചെയ്യപ്പെടുന്ന സ്പെസിഫിക് ടൈം കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റ് ആണ്. ആവശ്യത്തിന് ഉപകരിക്കാത്ത എന്തും അങ്ങനെയാ. നമ്മുടെ ആഗ്രഹത്തിനും സൗകര്യത്തിനും അനുസരിച്ചല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. സർ, എന്റെ ഇഷ്ടത്തിനും സൗകര്യത്തിനും എന്തെങ്കിലും ചെയ്യണമെന്നല്ല സർ ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കൊരു സെക്കൻഡ് ചാൻസിന് ശ്രമിച്ചൂടെ? ക്ലയന്റ് ഇതുവരെ നമ്മുടെ ഡിസൈൻസ് കണ്ടിട്ടില്ലല്ലോ. മിസ് അപർണ, ലൈഫിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു സെക്കൻഡ് ചാൻസ് ലഭിക്കാറുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഇതും. താൻ നഷ്ടപ്പെടുത്തിയത് വെറും ഒരു ചാൻസ് അല്ല, ഗോൾഡൻ ചാൻസാ. മനസ്സിലായോ? നൗ ഗെറ്റ് ബാക്ക് ടു വർക്ക്. സർ, പക്ഷേ ഐ സെഡ് ഗെറ്റ് ബാക്ക് ടു വർക്ക്. ഗോ. ആ മമ്മി. മോനെ, അപർണ ഇന്ന് ഓഫീസിൽ വന്നായിരുന്നോ? ആ, വന്നു. വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ? ഇല്ല മമ്മി. നീ അവളോട് സോറി പറഞ്ഞോ? മേ ഐ കം ഇൻ സർ? യെസ്. അവളോട് സോറി പറയാൻ മറക്കണ്ട. മമ്മി ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? മമ്മി, അതെ, ഞാൻ പിന്നെ വിളിക്കാം. ശരി മോനെ. എന്താ? സോറി സർ, ഞാൻ എന്റെ ഡ്രോയിങ് ബുക്ക് എടുക്കാൻ മറന്നുപോയി. I'm sorry for yesterday. തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ആരുടെയെങ്കിലുമൊക്കെ സഹായം ഇല്ലാതെ ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. യെസ്, യു ആർ റൈറ്റ്. ഐ നീഡ് ഹെൽപ്പ്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യേണ്ടത് ഈ മാനേജ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ 2 ഗ്രൂപ്പില്ലേ, അത് നമ്മൾ പൊളിച്ചെടുക്കണം. എന്നുവെച്ചാ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് ദിയ, പിന്നെ പ്രതിഭ, പിന്നെ ആരൊക്കെ വരുന്നോ അവരെ എല്ലാവരെയും നമ്മൾ നമ്മുടെ കൂടെ നിർത്തണം. എന്താ അപർണ താൻ ഈ മണ്ടത്തരം പറയുന്നേ? ആരൊക്കെ വന്നാലും ആ പ്രതിഭ വരില്ല. ആ കുട്ടിയുടെ പൊസിഷൻ തനിക്ക് അറിയാവുന്നതല്ലേ? അവളെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവന്ന പിന്നെ നമ്മൾ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കൂ. അപർണ, അത് സോണി ഒന്നും പറയണ്ട. സോണി എന്റെ കൂടെ ഒന്ന് നിന്നാ മാത്രം മതി. ബാക്കിയൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഓക്കെ? ഓക്കെ, വാ ദിയ, ഒന്ന് വന്നേ, വാ. ഇന്ന് മുതൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. എനിക്ക് ദിയയുടെ ഹെൽപ്പ് വേണം. അപർണ, നമ്മളതിന് 2 ടീമിലല്ലേ? അപ്പൊ ഞാനെങ്ങനെ ഹെൽപ്പ് ചെയ്യും? അല്ലാതെ എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടോ താല്പര്യം ഇല്ലാഞ്ഞിട്ടോ ആണോ? ദിയ, ഈ സ്ഥാപനത്തിൽ നമുക്ക് പരസ്പരം ഒരു വേർതിരിവിന്റെ ആവശ്യമില്ല. കമ്പനിക്ക് പ്രോഗ്രസും
സക്സസ് ഉണ്ടാക്കുന്ന കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതിന് ദിയ എന്റെ കൂടെ നിൽക്കണം. ഇതിലിപ്പോ ആര് വിജയിക്കുന്നു എന്നത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ പരാജയപ്പെട്ട അത് നമ്മളിൽ പലർക്കും കമ്പനിയുടെ പുറത്തേക്കുള്ള വാതിൽ തുറക്കുന്നതിനിടയാക്കും. നമ്മൾ മത്സരിച്ച് അവസാനം ക്ലയന്റിന് ഒന്നും ഇഷ്ടപ്പെടാതെ ഓർഡർ ക്യാൻസൽ ആവുന്നതിനേക്കാളും നല്ലതല്ലേ ഏതെങ്കിലും ഒരു പ്രപ്പോസലെങ്കിലും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ 2 ക്ലയന്റിനെയും തൃപ്തിപ്പെടുത്താൻ പറ്റും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പ്രതിഭ മാമിന് മനസ്സിലായോ? അപർണ മോളെ, നിന്റെ ഇമാതിരി ചെപ്പടി വിദ്യയൊന്നും എന്റെ അടുത്ത് ചെലവാവില്ല. ഈ ഡീല് നടന്നാലും ഇല്ലെങ്കിലും എന്നെ ഇവിടെ നിന്ന് ആരും പറഞ്ഞേക്കാൻ പോകുന്നില്ല. അത് ശരിയാ. പക്ഷേ പ്രതിഭ മോളെ, ഞങ്ങളൊക്കെ സിദ്ധു സാറിന്റെ വെറും സ്റ്റാഫ്, കൂലിക്കാര്. പക്ഷേ പ്രതിഭ മാം അങ്ങനെയാണോ? നാളെ MD കസേരയിൽ വരെ ഇരിക്കേണ്ട ആളല്ലേ? എന്നും ഇങ്ങനെ സിദ്ധു സാറിന്റെ ചീത്തവിളി മാത്രം കേട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരുന്നാ മതിയോ? സിദ്ധു സാറിന്റെ സ്നേഹത്തോടെയുള്ളൊരു നോട്ടം, കവിളത്തൊന്ന് നുള്ളിയിട്ട് കൊള്ളാം മോളൂ, നന്നായിട്ടുണ്ട് എന്നൊരു വാക്ക്, ഇതൊക്കെ കേൾക്കാൻ മാമും ആഗ്രഹിക്കുന്നില്ലേ? അല്ലേ? അതിനൊക്കെ ഉള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാ ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എങ്ങനെ? മാമിന്റെയും കൂടി ഹെൽപ്പ് കൊണ്ടാ സിദ്ധു സാറിന് ഡിസൈൻസ് പ്രസന്റ് ചെയ്യാൻ സാധിച്ചെന്ന് വന്നാൽ അതിന്റെ ക്രെഡിറ്റ് മാമിനും കിട്ടില്ലേ? അതറിയുമ്പോ സിദ്ധു സാറിന് സന്തോഷാവില്ലേ? ഇല്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ സോണി? അല്ലേ? നിങ്ങൾ എന്താ ഒരു അഭിപ്രായം പറയാൻ നിൽക്കുന്നത്? അപർണ പറഞ്ഞത് ശരിയല്ലേ? കറക്റ്റ് അല്ലേ? അല്ലേ? പ്രതിഭ മാം, മാം 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 എന്ത് പറയുന്നു? ഡൺ. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. നമ്മൾ ഒരുമിച്ച് നിന്നാ സക്സസ് ഉറപ്പാ. സാറിനത് സന്തോഷാവും. ദിയ, ഇവള് പറയും പോലെയൊക്കെ നടന്ന സിദ്ധുവുമായിട്ട് കൂടുതൽ അടുക്കാനാകും. അതുറപ്പാ. പ്രതിഭ മാം, മാം ഒന്ന് വരൂ.